ഈ ഭയങ്കര കരച്ചിലൊന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും എടുക്കലാണല്ലോ രണ്ടുപേരുടെ സൂപ്പർ അഭിനയം അടിപൊളി ചെയ്തത്. അത് വേറെ ഒരു സൂപ്പർ താരത്തിനും അതിനുള്ള ധൈര്യം വരൂല. നല്ല പടം, നല്ല അടിപൊളി പടം. മമ്മൂക്കാക്ക് ഫസ്റ്റ് അടി കിട്ടിയപ്പോൾ അതിന് 5 വയസ്സ് വാരി അടിച്ച് കയ്യടി ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. വില്ലൻ ഈസ് പെർഫെക്റ്റ്, അടിപൊളി സൂപ്പർ പടം, നല്ല പടമായിട്ടുണ്ട്. പൊളിക്കും, അടിപൊളി അടിപൊളി, എല്ലാവരും ബെസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു പടം, സൂപ്പർ പടം, അടിപൊളിയാ, കണ്ടിരിക്കാനുണ്ട്. രണ്ടുപേരുടെ സൂപ്പർ അഭിനയം അടിപൊളി. കുഴപ്പം, നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കാണ്, നല്ല പടം, സൂപ്പർ പടം, രക്ഷയില്ല. ഞെട്ടിച്ച് ഇത് വേറെ ലെവലാ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ളി അടിപൊളി അറ്റ്മോസ്ഫിയർ, നല്ല മേക്കിംഗ് ആയിരുന്നു. സൗണ്ടൊക്കെ ഉഷാർ സൗണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടറാ നന്നായിട്ട് ചെയ്തത്. അക്സെപ്റ്റ് ചെയ്യുന്നു, കൊള്ളാം, കുഴപ്പമില്ല, നല്ല. മമ്മൂട്ടിയുടെ ഒപ്പം വിനായകനായി രണ്ടും സെയിം റോളായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. കൊള്ളാം, നല്ല സിനിമയായിരുന്നു, നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അവസാനം. എൻ്റെ ഇപ്പോൾ പിന്നെ നമ്മള് മമ്മൂക്കയുടെ എല്ലാ സിനിമയും കാണാറുണ്ട്. ഈ റോള് കൊള്ളായിരുന്നു ഈ സിനിമയില്, അടിപൊളി. മമ്മൂട്ടിയുടെ കാണാത്തൊരു മുഖം. വിനായകൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ ഭയങ്കര കരച്ചിലൊന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും എടുക്കലാണല്ലോ ഒന്നായിരുന്നു. എല്ലാവരും ദാറുലും ഹയർ സെക്കൻഡറിയിലാണ് വിനായകൻ പഠിച്ചത്. അപ്പം എൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. എനിക്ക് വളരെ അഭിമാനം തോന്നിയത് കണ്ടപ്പോൾ. അത് തന്നെ ഇപ്പം അങ്ങനെ സംഭവിച്ചേക്കണത്. മമ്മൂട്ടിയാണെങ്കിൽ ഞങ്ങളുടെ മഹാരാജ് കോളേജ് ഉണ്ടായിരുന്ന ആളും കൂടെയാണ്. അപ്പം 2 പ്രത്യേകത കൊണ്ടായിരുന്നു രാവിലെ എല്ലാ ജോലിയും വീട്ടിലെ കളഞ്ഞ് ഇസ്ലം കാണാൻ ഞാൻ ഇറങ്ങിയത്. തീർച്ചയായിട്ടും കാണിക്കണം, അതാണ് എനിക്ക്. എന്നാലും നല്ലത് വരട്ടെ. അടിപൊളി സിനിമയാണ്. നല്ല തിരക്കാണ്, നല്ല എന്തുകൊണ്ടും നല്ല സിനിമയാണ്. കാരണം കഥ കൊണ്ടാണെന്നുണ്ടെങ്കിലും എക്സിക്യൂഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇതുപോലൊരു പടം മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. ബ്രഹ്മയുഗത്തിലാത്തും നമ്മൾ കണ്ടിട്ടില്ലേ. ഈ ഒരു കാര്യം ചെയ്യാൻ നമുക്കൊക്കെ പറ്റൂ. നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ ഇമ്മാര് പഞ്ചിലെടുക്കാൻ പുള്ളിക്കൊണ്ട് പറ്റും. നല്ല എക്സ്പീരിയൻസ് ആയി. സൂപ്പർ, അടിപൊളി അടിപൊളി. അതായത് എനിക്ക് പറയാനുള്ളതേ, ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ വിജയരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്യുന്ന പരീക്ഷണങ്ങളും, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പുതുമ കൊണ്ടുവരുന്നത്, വ്യത്യസ്ത റോളുകൾ ചെയ്യുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അയാളുടെ മകനായ ദുൽഖറും ചെയ്യുന്നത്. ദുൽഖർ ഇപ്പോൾ ഈ ലോക എന്ന് പറഞ്ഞ പടത്തിൽ അവർ കൊണ്ടുവന്നേക്കുന്ന പുതുമയുണ്ടല്ലോ, ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുത്തിട്ട് ഒരു പടം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു വഴി കൂടിയാണ് പോണത്. എപ്പോഴും പുതുമ പരീക്ഷണങ്ങൾ പ്രേക്ഷകർക്ക് നൽകണേ. അപ്പോൾ അതാണ് അവരുടെ ശരിക്കും പറഞ്ഞ വിജയരഹസ്യം. അതെ, മലയാളികൾ ഇപ്പം പടത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലേ. ഇപ്പം മലയാള സിനിമകളുടെ ക്വാളിറ്റി തന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തല്ലോ, ഇമ്പ്രൂവ് ചെയ്തല്ലോ. ഇപ്പം ലോക എന്ന് പറഞ്ഞ പടം അല്ല, പിന്നെ ഈ അടുത്തൊരു പടം വന്നല്ലേ എക്കോ അത് ഒരു ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ക്വാളിറ്റി ഉള്ള പടമല്ലേ അത്. അപ്പോൾ അത്ര ഇമ്പ്രൂവ് ചെയ്ത് മലയാള സിനിമ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ മമ്മൂക്കയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലൻ റോള് ഇപ്പം ചെയ്തത് അത് വേറെ ഒരു സൂപ്പർ താരത്തിനും അതിനുള്ള ധൈര്യം വരില്ല. കാരണം ഈ ഇതിനു മുമ്പ് ഒരു ഹോമോസെക്ഷലായിട്ടൊരു പടം കാതൽ എന്ന് പറഞ്ഞ പടം ചെയ്ത്, അതിലും പുള്ളി കാണിച്ചത് ഭയങ്കര ധൈര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഈ ഇത്രയും ഒരു സൂപ്പർ വില്ലനെ അവതരിപ്പിച്ചത്. അതാണ് നമുക്ക് വേണ്ടത്. പുള്ളി പറയണല്ലോ, പുള്ളിയുടെ ആഗ്രഹങ്ങളാണെന്ന് പറയണത്. ഇതെല്ലാം ഉള്ളി കിടക്കുന്ന ആഗ്രഹങ്ങളാണ് ഈ കാണിക്കുന്നത്. അത് ഇപ്പോഴും അവർ ഈ ഒരു പ്രായത്തിലും പുള്ളി അത് കാണിക്കണതിന് പുള്ളിയുടെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തെ പെർഫോമൻസ് വിനായകന് ഒരു കട്ടക്കാക്കളാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് സൂപ്പർ. അതിനൊപ്പം ക്ലൈമാക്സ് സീനിൽ വിനായകൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കട്ടക്കൊക്കെ വരുന്നത്.